ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ഇതാ പുതിയ വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. ഈ വ്ളോഗിൽ ലാസ്റ്റ് ശനിയാഴ്ച നടന്ന കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. പിന്നെ വീഡിയോസ് ഇടായിരുന്നത് ചെറിയൊരു പനി ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിലുപരി കുറേ മടിയും ഉണ്ടായിരുന്നു വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അതാണ് ഒന്ന് ലാഗായത്. അപ്പോൾ ഇതാ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വ്ളോഗ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. ഉച്ചയ്ക്ക് നമ്മൾ ഓൾറെഡി വെള്ളിയാഴ്ച നേരം വൈകി വന്ന് കിടക്കാനും അപ്പോൾ ശനിയാഴ്ച ലേറ്റായിട്ടാണ് എണീച്ചിട്ടുള്ളത്. അപ്പോൾ നൈസായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈഡേ തന്നെ ഓൾറെഡി നമ്മൾ ഫിഷൊക്കെ മേടിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് വേഗം ലഞ്ച് കഴിച്ച് ഒരു 12:30 ആകുമ്പോൾ തന്നെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അറിയാലോ, UAE നല്ല ചൂട് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ തുടക്കം തന്നെ നല്ല ചൂടായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതാ മക്കളൊക്കെ വണ്ടിയിലിരുന്ന് വയർക്കുന്നതാണ് കാണുന്നത്. ടിഷ്യൂ പേപ്പർ ഇട്ട് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര AC ഇട്ടിട്ടും അങ്ങനത്തെ എഫക്റ്റ് കണ്ട് പിടിക്കുന്നില്ല, അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലൈക്കിൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്കാണ്. ഉപ്പ നെക്സ്റ്റ് വീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ചൊവ്വാഴ്ച നാട്ടിൽ പോവുകയാണ്. അപ്പോൾ ഉപ്പാൻ്റെ കുറേ സാധനങ്ങൾ നമ്മൾ റൂമിലുണ്ട്. അപ്പോൾ റൂമിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ പെട്ടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പ കുറച്ചും കൂടി സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മേടിച്ചിട്ട് നമ്മൾ റൂമിൽ കൊണ്ടുവെക്കാൻ വിളിച്ചതാണ്. ഉപ്പാൻ്റെ റൂമിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ വന്നിട്ട് സാധനം മേടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മക്കളെ കാണണം. പിന്നെ ഉപ്പ പതിവ് പോലെ മക്കൾക്കുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കയ്യിൽ. അപ്പോൾ അതും തരണം. അങ്ങനെ ഇതാ ഉപ്പാനെ കണ്ട് ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ പതിവ് തെറ്റിക്കാണ്ട് മക്കൾക്കുള്ള ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. സാധാരണ ഇപ്പോൾ വരുമ്പോൾ ഒക്കെ കോമൺ ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ എന്നും കഴിക്കുന്ന മാംഗോ പിന്നെ ക്യാരറ്റൊക്കെ നല്ല ഇഷ്ടമാണ് മക്കൾക്ക്. പക്ഷേ ഇപ്രാവശ്യം നല്ല വെറൈറ്റി ഫ്രൂട്ട്സ് പിടിച്ചിട്ടുണ്ട്. നല്ല പ്ലംസും അതുപോലെ വേറെ എന്തൊക്കെയോ എനിക്കറിയില്ല, അങ്ങനത്തെ എന്തൊക്കെയോ പുതിയ പുതിയ ഫ്രൂട്ട്സാണ് ഇപ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ളത്. എന്നാലും എല്ലാം നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പാനൊക്കെ കണ്ടിട്ട് നമ്മളിനി നേരെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച നമുക്ക് റൂം നോക്കാൻ പോകണമെന്ന്. അപ്പോൾ ഇന്ന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു റൂം നോക്കാം ചെല്ലാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അവിടെയും പോകണം, എന്നിട്ട് റൂമിൽ പോകണം. പിന്നെ രാത്രി കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അവരുടെ ഫേവറേറ്റ് ഡ്രിങ്ക്സാണിത്. അപ്പോൾ അതും മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പ. അങ്ങനെ ഉപ്പാനൊക്കെ കണ്ട് പോവാൻ നേരത്തതാ അവർക്ക് പച്ചവെള്ളമല്ലേ അത് വേണം പറഞ്ഞപ്പോൾ ഉപ്പ നേരെ കടയിൽ പോവാണ്. ഞാൻ ഷോപ്പിലേക്ക് കയറിയിട്ടില്ല കേട്ടോ, ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി എന്നുള്ളൂ. പിന്നെന്താണ്, നാട്ടിലൊക്കെ എല്ലാവരും സേഫാന്ന് വിചാരിക്കുന്നത്. നല്ല മഴയും പിന്നെ എന്താ ചെറിയ കൊറോണ ഒക്കെ വരുന്നുണ്ടെന്നൊക്കെ ന്യൂസിൽ ഇങ്ങനെ കാണാനുണ്ട്. എല്ലാവരും സേഫായിട്ടിരിക്കുക. അങ്ങനെ ഇതാ വെള്ളം കിട്ടി ഉപ്പാനെ യാത്രയാക്കി നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. മക്കളൊക്കെ നല്ല ആപ്പിൾ പോലെ അയക്കണം, അത്രയ്ക്ക് ചൂടാണ് പുറത്തിട്ടാൽ. ജസ്റ്റ് ഒന്ന് വെയിൽ തട്ടിയാൽ മതി, അപ്പോഴത്തേന് കളറൊക്കെ മാറുന്നുണ്ട്. അങ്ങനെ ഇനി നമ്മൾ നേരെ പോണത് റൂം നോക്കാനാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയ കാരണം കുറച്ച് സമാധാനം ഉണ്ട്. ഇല്ലെങ്കിൽ ഇവർക്ക് ഷോപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇനി ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല, അതെല്ലാം വേണ്ടി വരും. അപ്പോൾ ഭക്ഷണം കൊടുത്ത് വന്ന കാരണം വലിയ കുഴപ്പമില്ല രണ്ടുപേരും. അങ്ങനെ ഉപ്പാനോടൊക്കെ ടാറ്റാ ബബ്ബായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. ഉപ്പ നാളെ ഞായറാഴ്ചയാണ്, നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് റൂമിലേക്ക്. ഉപ്പാൻ്റെ പെട്ടിയും അതുപോലെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ റൂമിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉപ്പാനെ കണ്ടിട്ട് ഉപ്പ് കൊടുത്ത ജ്യൂസൊക്കെ കുടിച്ചിട്ട് നല്ല വയറ് ഫുള്ളായെന്ന് പറഞ്ഞ് കാണിച്ച് തരികയാണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റൂം മാറുന്നത് ഒരു വില്ല പോലത്തെ സ്ഥലത്തേക്കാണ്. അപ്പോൾ നല്ല തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നല്ല എന്താ പറയുക കൂളായി കാമേൻ്റെ സ്ഥലം കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല മുറ്റമൊക്കെ ഉണ്ട്, മക്കൾക്ക് സൈക്കിളോട്ടാനും കളിക്കാനൊക്കെ നല്ല സ്ഥലമുണ്ട്. ഇത് ഇങ്ങനൊരു കോമ്പൗണ്ടാണ്. ഇവിടെ ഒരു 5, 6, 9 ഫാമിലിയൊക്കെ ഉണ്ടാവും എന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. ഒരുപാട് ചെറിയ ചെറിയ റൂംസ് ഉണ്ട്. അപ്പോൾ അതിലൊന്നും നമ്മൾ എടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. 1 BHK ഒരു റൂം കിട്ടിയിട്ടുണ്ട്. കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതിന് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ റൂമിലേക്ക് പോയിട്ട് ഒന്ന് സുഖമായി കിടന്നുറങ്ങി. പിന്നെയും എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ എണീച്ചപ്പോൾ സമയം കണ്ടില്ലേ, ഒരു 7:45 ആയപ്പോൾ നമ്മൾ പിന്നെയും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോണത് കിസീസിലേക്കാണ്. അപ്പോൾ ലൈക്കിൻ്റെ അനിയനും കൂടെ ഉണ്ട്. അവൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവനെ എടുത്തിട്ടാണ് പോണത്. അപ്പോൾ നാട്ടിൽ നിന്ന് ലായ്ക്കിൻ്റെ അമ്മായിൻ്റെ ഒരു മോന് വന്നിട്ടുണ്ട്. അപ്പോൾ ലായ്ക്കിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. കുറ്റിപ്പുറത്താണ് വീട്, നജീബ്ക്ക എന്ന് പറയും. അപ്പോൾ അവരിവിടെ UAE ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകാറാണ്. അപ്പോൾ ഇടയ്ക്ക് വരുമ്പോൾ ലായ്ക്കാനെ വിളിക്കും. അപ്പോൾ ഇപ്രാവശ്യം വിളിച്ചപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ പോവുകയാണ്. ഇവിടെ കിസീസിലൊരു ഹോട്ടലാണ് താമസം. അപ്പോൾ ഇതാണ് ആള്. പുതിയതായിട്ട് വീഡിയോസ് കാണുന്നത് അവർക്കെങ്കിലും പരിചയമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൾ കുറച്ച് സോഷ്യൽ വർക്കൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ അതാ നമ്മൾ ആളുടെ റൂമിൽ പോയി കുറേ കഥകളൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കാനൊക്കെ നല്ല രസമാണ്. ഇപ്പോൾ മക്കളെ സ്കൂളിൽ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനോടൊന്നും യോജിക്കാത്തൊരു ആളാണ്. കാരണം സ്കൂളിലത്തെ എഡ്യൂക്കേഷൻ അല്ല വേണ്ടത്, ജസ്റ്റ് ഇങ്ങനെ രാജ്യങ്ങൾ കണ്ട് പുതിയ പുതിയ ആൾക്കാരെ കണ്ട് അവരുമായി ഇടപഴകി ജീവിക്കണം, അങ്ങനത്തെ ഒക്കെ ഒരു കോൺസെപ്റ്റുള്ള ഒരാളാണ് കേട്ടോ. ആളുടെ മക്കളാണെങ്കിലും അടിപൊളിയാണ്. അങ്ങനെയാണ് മക്കളെ അയാൾ വളർത്തിയിട്ടുള്ളത്. സ്കൂളല്ല ജീവിതം,
സ്കൂളിൽ നിന്ന് നല്ല പഠിപ്പ്, പുറത്ത് ഒരുപാട് രാജ്യങ്ങൾ കാണണം, അങ്ങനത്തെ അങ്ങനെ ലാംഗ്വേജ് പഠിക്കേണ്ടത്, അങ്ങനെ ഒരുപാട് വെറൈറ്റി കൺസെപ്റ്റ് ഉള്ള ഒരാളാണ്. അങ്ങനെ അത് ആളൊക്കെ കണ്ട് പിന്നെ നമുക്ക് ലായ്ക്കാക്ക് ഇന്ന് ജസ്റ്റ് കളിക്കാൻ പോകാനുണ്ട്, വോളിബോൾ കളിക്കാൻ പോകുന്ന ടർഫിൽ പോകണം. അപ്പോൾ അവിടെ പോകണമെങ്കിൽ അവിടെ സമയമുണ്ട്, സമയത്ത് നോക്കിയിട്ടാണ് ബുക്ക് ചെയ്യുക. അപ്പോൾ രാത്രി 9 മണി മുതൽ 11 മണി വരെയാണ് സമയം. അപ്പോൾ എല്ലാ വ്യാഴാഴ്ചയും നമ്മൾ മുടങ്ങാതെ പോകലുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ ടർഫിലൊക്കെ പോയി കളിച്ചിട്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് തിരിച്ച് റൂമിൽ വരൽ. ഇതുപോലെ ശനിയാഴ്ച സമയം കിട്ടുമ്പോൾ മാത്രം പോവുള്ളൂ. അപ്പോൾ അവിടെ വർക്കൗട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ല സൗകര്യമുള്ള ഒരു ഗ്രൗണ്ട് തന്നെ പറയാം. എന്താ പറയുക, അവിടെ കുറേ ടർഫുണ്ട്, ഒരുപാട് ടർഫ് ഉള്ളിലേക്ക് ഉണ്ട്. അവിടെ വോളിബോൾ, അതുപോലെ ബാസ്കറ്റ് ബോൾ, ടെന്നീസ്, പിന്നെ അപ്പുറത്ത് ഫുട്ബോൾ ടർഫ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ആണെങ്കിൽ മക്കൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടും ഒക്കെ ഉണ്ട്. പിന്നെ നടക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്, അതിന് ചുറ്റും നടക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ സമയം പോകണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്ന് കളിക്കാൻ കയറിയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇന്ന് പാർക്കിൽ പോയിട്ടില്ല. പാർക്കിൽ പോകണത് ഇനി ഞാൻ ഇൻഷാല്ലാ വ്യാഴാഴ്ചത്തെ ബ്ലോഗൊക്കെ ഇടുകയാണെങ്കിൽ കാണിച്ചു തരാം. പാർക്ക് നല്ല എന്താ പറയുക, അത്ര തിരക്കില്ലാത്ത, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ തീരെ തിരക്കുണ്ടാവില്ല, നല്ല സുഖമാണ് മക്കൾക്ക് കളിക്കാനൊക്കെ. ചില പാർക്കിൽ പോയി കഴിഞ്ഞാൽ മക്കൾക്ക് തീരെ കളിക്കാൻ പറ്റില്ല, തല്ലുകൂടിയിട്ടൊക്കെ. അപ്പോൾ ഇവിടെ നല്ല സുഖമാണ്, ആരുമില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ പാർക്കിൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പാർക്കിൽ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ മക്കളൊക്കെ അവിടെ ഇരുത്തി മണ്ണിലൊക്കെ നല്ല കളിയാണ്. ഞാൻ അവിടെ ഇരുന്ന് കിടന്ന് നല്ല സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ പാർക്കിലേക്ക് നടക്കണമെങ്കിൽ അങ്ങോട്ട് ഉള്ളിലേക്ക് നടക്കണം. പിന്നെ ഇത് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് നടക്കണമെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ ഇതുവരെ അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് റൗണ്ട് ചെയ്ത് നടന്നിട്ടില്ല. ജസ്റ്റ് പാർക്ക് വരെ പോവും, പാർക്കിൽ നിന്ന് പിന്നെ ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരലാണ് പതിവ്. അപ്പോൾ ഇൻഷാല്ലാ ഇനി ഞാൻ അടുത്ത വ്ളോഗ് ഇതിനെക്കുറിച്ച് ഇടുകയാണെങ്കിൽ ഫുള്ളായിട്ട് നടന്നിട്ടുള്ള ഒരു വ്ളോഗ് ഇടുന്നുണ്ട്. എന്തായാലും നല്ല സ്ഥലമാണ്, മക്കളൊക്കെ ആയിട്ട് പോയിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ കറക്റ്റ് ഇനി 11 മണി വരെ ഇവിടെ സമയമുള്ളൂ. അപ്പോൾ ഇവർ 11 മണി കഴിഞ്ഞാലും അവിടെ തന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് എല്ലാ ടർഫിലത്തെ ലൈറ്റ്സ് മാത്രം ഓഫാക്കി. അപ്പോൾ ഇവർക്ക് വേറെ വഴിയില്ല. അങ്ങനെ ലൈറ്റൊക്കെ ഓഫാക്കിയപ്പോൾ എല്ലാവരും കളിയൊക്കെ നിർത്തിയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. ഇനി നമ്മൾ പോവുകയാണ്, ഇനി ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അങ്ങനെ അവിടുന്ന് മണ്ണിലൊക്കെ കളിച്ച മക്കളൊക്കെ വാഷ്റൂമിലെടുത്ത് കൊണ്ടുപോയി നന്നായി വൃത്തിയാക്കിയിട്ട് നമ്മളവിടുന്ന് പോവുകയാണ്. അപ്പോൾ സാധാരണ വ്യാഴാഴ്ചകൾ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇങ്ങനെ കളിക്കാൻ പോകാൻ ഇറങ്ങാറ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടുമില്ല. അപ്പോൾ ലൈക്കൊക്കെ കളി കഴിഞ്ഞ് വന്നപ്പോൾ നല്ല വിശപ്പും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ടുള്ളത് നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ടിലേക്കാണ്. വേറെ എവിടെയല്ല, കിസൈസിലുള്ള ഗ്രീൻലാൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറയും. ഇവിടുത്തെ ഷവായി ഓർ ഗ്രിൽഡ് ചിക്കനൊക്കെയാണ് നമ്മളെ ഫേവറേറ്റ്. ഇത് നമ്മൾ മുടങ്ങാണ്ട് മാസത്തിൽ ഒരിക്കലൊക്കെ വന്ന് കഴിക്കുന്ന ഒരു ഐറ്റമാണ്. ഇവിടെ വന്നിട്ട് തന്നെ കഴിക്കണം കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ ഉണ്ട്. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, നഷ്ടം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ നമ്മൾ ഒരുപാട് ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മളെ ഫേവറേറ്റ് എപ്പോഴും ഈ ഷവായി തന്നെയാണ്. ബാക്കിയുള്ള ഫുഡൊക്കെ നല്ല ടേസ്റ്റുള്ള തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ ഉപ്പിലിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. ഇവർ രണ്ടാളാണെങ്കിൽ അതിൻ്റെ ആൾക്കാരുമാണ്. അപ്പോൾ ഇന്ന് ഒരു നെല്ലിക്കൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ഉപ്പിലിട്ടത് നിർബന്ധമാണ്. അപ്പോൾ ഇന്ന് നെല്ലിക്കാണ് കിട്ടിയിട്ടുള്ളത്, പക്ഷെ കുറച്ച് എരിവൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു, ഞാൻ കഴിച്ചിട്ടില്ല. എന്തായാലും 2 പേരത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഇസ്ര ആണെങ്കിൽ ഇവിടുത്തെ സൂപ്പിൻ്റെ ആളാണ്. പിന്നെ മാത്രമല്ല നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കുള്ള കാരണം നമുക്ക് ഐറ്റംസ് ഒന്നും ഓർഡറിലല്ല വന്നത്. ആദ്യം ഇത് സൂപ്പൊക്കെ ലാസ്റ്റാണ് വന്നത്. എന്നാലും ഇസ്ര നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്. ഇസ്രക്ക് നല്ല ഇഷ്ടമാണ്. നമുക്കൊന്നും തരൂല, നമ്മളതും അവളെടുത്ത് കുടിക്കും, അത്രയ്ക്ക് ഇഷ്ടമാണ് സൂപ്പ്. അപ്പം മന്തിൻ്റെ കൂടെ വരുന്ന സൂപ്പായാലും ഇതുപോലത്തെ സൂപ്പായാലും ഒക്കെ നല്ല ഇഷ്ടമാണ് അവൾക്ക്. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കഴിച്ചിട്ട് നേരെ റൂമിലേക്കാണ് പോണത് കേട്ടോ. പിന്നെന്താണ്, നമ്മൾ റൂം മാറുന്ന തിരക്കിലാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇനി റൂം മാറുന്ന വ്ളോഗൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്പെഷ്യൽ ഐറ്റം. പക്ഷേ ഇന്ന് കഴിച്ചതിൽ എനിക്ക് തോന്നിയത് ഇത് ഒന്നും കൂടിയും എന്താ പറയുക, വേവ് കൂടി, മീൻസ് മൊരിയൽ കൂടിയിട്ട് പുറത്തത്തെ സ്കിന്നൊക്കെ ഒന്നും കൂടിയും ടേസ്റ്റ് കുറഞ്ഞോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ നോർമലി ഇവിടെ നല്ല ടേസ്റ്റിൽ കിട്ടാറുണ്ട്. എന്തായാലും ഞങ്ങൾ ഇന്ന് പോയ അന്ന് നല്ല തിരക്കാണ്, കാരണം ശനിയാഴ്ചയാണ്. പൊതുവെ ഞാൻ പറഞ്ഞല്ലോ വ്യാഴാഴ്ചയാണ് പോവാറ്, അപ്പോൾ പിന്നെ അത്ര തിരക്കുണ്ടാവലില്ല. ഇന്ന് ശനിയാഴ്ച ആയ കാരണം ഒന്നുകൂടി തിരക്ക് കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഉള്ളിയുടെ ഈ സലാഡ് നല്ല കോംബോ ആണ്. ഈ ഒരു ചിക്കനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ വീട്ടിലുണ്ടാക്കാൻ നോക്കിയാൽ നടക്കില്ല, ഇവിടെ തന്നെ വന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ്.
അങ്ങനെ അവിടുന്ന് ഇതാ കൈയൊക്കെ കഴുകി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നേരെ ഇനി റൂമിലേക്കാണ് പോണത്. റൂമിൽ പോയി കിടന്നുറങ്ങണം. ഇപ്പം തന്നെ സമയം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നാളെ ഞായറാഴ്ചയാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഷവായിയുടെ ഷെൽഫ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഇങ്ങനെ കറങ്ങുന്നത് കാണാൻ. അപ്പോൾ കണ്ടില്ലേ, വെൽക്കം ടു ഷാർജ. നമ്മൾ ഷാർജയിൽ എത്തിയിരിക്കുന്നു. ഇവിടുന്ന് കുറച്ചുള്ളൂ നമ്മൾ റൂമിലേക്ക്. പിന്നെ ഞാൻ കാണിച്ചു തരാം, ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് നമ്മൾ റൂമിലേക്ക് തിരിയുന്ന ഭാഗമാണ്, ഷാർജ മൂവിലേക്ക് തിരിയുന്ന ഒരു ഭാഗമാണ്. അതിൽ ഈ ഒരു ബിൽഡിംഗ് ഇതപ്പോൾ കാണുന്ന നേരെ ഫ്രണ്ടിലുള്ള ഈ ഒരു ബിൽഡിങ്ങിലാണ് ഫസ്റ്റ് ഇസ്ര മോള് ചെറുതാവുമ്പോൾ നമ്മൾ വന്നിട്ട് താമസിച്ചത്. അന്ന് ഉമ്മ, ഉപ്പ, ലൈക്കിൻ്റെ അനിയത്തി എല്ലാവരും ഉണ്ടായിരുന്നു. അവിടുന്ന് 2 ബിൽഡിംഗ് കൂടി അപ്പുറം കഴിഞ്ഞാൽ നമ്മളെ റൂമായി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. ഇനി നേരെ പോവാൻ കിടന്നുറങ്ങുക, അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ബായ്. അപ്പോൾ ഇതുപോലെ കുഞ്ഞു വീഡിയോസായിട്ട് പിന്നെ വരാം.